ക്രോക്കുവും മിന്നുന്ന വെള്ളച്ചാട്ടവും. ഒരു ദിവസം രാത്രി എല്ലാരും ഉറങ്ങായിരുന്നു. അടുക്കളയിലേക്ക് പാറ്റകളും പല്ലികളും ഒക്കെ വിഹരിക്കാൻ ഇറങ്ങുന്ന സമയാണ്. അപ്പൊ ക്രോക്കു തന്റെ ചിറകുകളൊന്ന് വിടർത്തി സ്ലാബിന് മുകളിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോഴാ സ്റ്റവിനടുത്തുള്ള ടാപ്പിൽ നിന്നും വെള്ളം ഓരോരോ തുള്ളിയായി താഴെ ഒരു പാത്രത്തിലേക്ക് വീഴുന്നത് അവൻ കണ്ടത്. തുള്ളികൾ വീഴുമ്പോ ഉണ്ടാവുന്ന ആ പ്ലിങ്ക് പ്ലിങ്ക് എന്ന ശബ്ദം അവനൊരു സംഗീതം പോലെ തോന്നി. താഴെ പാത്രത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുക. പാത്രത്തിന്റെ വശങ്ങളിൽ തട്ടിയിട്ട് അമ്പിളിമാമന്റെ നിലാവ് പ്രതിഫലിക്കുന്നത് കണ്ടപ്പോ ക്രോക്കുവിനും കൂട്ടുകാർക്കും അതൊരു മനോഹരായ വെള്ളച്ചാട്ടം പോലെ തോന്നി. ക്രോക്കു, നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലൊന്ന് നീന്തിയാലോ? നല്ല തണുത്ത വെള്ളം. ക്രോക്കുവിന്റെ കൂട്ടുകാരൻ ചിക്കു ആവേശത്തോടെ പറഞ്ഞു. മറ്റു പാറ്റക്കുട്ടികളെല്ലാം വെള്ളത്തിലേക്ക് ചാടാൻ തയ്യാറെടുത്തു. എന്നാൽ ക്രോക്കു പെട്ടെന്ന് തന്റെ കൊമ്പുകൾ വായുവിൽ ചലിപ്പിച്ചു. അവൻ പാത്രത്തിന് ചുറ്റുമൊന്ന് ഓടി നടന്ന് നിരീക്ഷിച്ചു. ക്രോക്കു വിളിച്ചു പറഞ്ഞു. ചിക്കു ചോദിച്ചു, എന്താ ക്രോക്കു, വെള്ളം നിനക്ക് പേടിയാ? ക്രോക്കു ശാന്തനായി പറഞ്ഞു, പേടിയില്ല ചിക്കു, നീ ആ വെള്ളത്തിന്റെ മുകൾ ഭാഗം ഒന്ന് നോക്ക്. അതിൽ എണ്ണമയുള്ള പാടകളുണ്ട്. മാത്രല്ല അത് കുടിക്കാനുള്ള വെള്ളല്ല, ഈ വീട്ടിലെ അമ്മ പാത്രം കഴുകാൻ വെച്ചിരിക്കുന്ന സോപ്പ് വെള്ള. മറ്റു പാറ്റകൾ സൂക്ഷിച്ചു നോക്കി. ക്രോക്കു പറഞ്ഞത് ശരിയാണ്. സോപ്പ് വെള്ളത്തിൽ വീണാൽ ചിറകുകൾ ഒട്ടിപ്പിടിക്കുമെന്നും പിന്നീട് പറക്കാൻ കഴിയില്ലെന്നും അവർക്കറിയായിരുന്നു. അത് മാത്രല്ല, ക്രോക്കു തുടർന്നു, ആ പാത്രത്തിന്റെ വശങ്ങള് വളരെ വഴുവഴുപ്പുള്ളതാ. ഒരിക്കൽ അകത്ത് വീണാലേ നമുക്ക് തിരിച്ചു കയറാൻ പോലും പറ്റില്ല. അത് നമ്മുടെ ജീവൻ അപകടാ. ക്രോക്കുവിന്റെ ബുദ്ധിപരമായ മുന്നറിയിപ്പ് കേട്ട് എല്ലാരും പിൻവാങ്ങി. അവര് ദൂരെ മാറി നിന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്ന് ഒരു തുള്ളി നല്ല വെള്ളം കുടിച്ച് ദാഹം തീർത്തു. അപകടം തിരിച്ചറിഞ്ഞ് ക്രോക്കുവിനെ എല്ലാരും ചേർന്ന് അഭിനന്ദിച്ചു. അതേ കൂട്ടുകാരെ, ആകർഷകമായി തോന്നുന്ന പല കാര്യങ്ങളും അപകടകരായിരിക്കും. പുറമോടി കണ്ട് എടുത്തു ചാടാതെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. കഥ ഇഷ്ടായോ?